ഇനി അടുത്തത് റെയ്നോൾഡ്. ഹായ്, ഞാൻ റെയ്നോൾഡ് മാത്യു. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. ഞാൻ മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ അവസാന വർഷം ഹോട്ടൽ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ഒരു ഹോബി എന്ന് പറയണ പോലെ അതും കുക്കിംഗ് തന്നെയാണ്. ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാഗസിനുകളിലും അതുപോലെ TV ഷോസുകളിലൊക്കെ കാണുന്ന ഒരുപാട് റെസിപ്പീസ് സിമ്പിളായിട്ടാണെങ്കിൽ നമ്മൾ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. കിച്ചൺ മാജിക്കിൻ്റെ 3ാമത്തെ സീസണിൽ ഒരുപാട് വ്യത്യസ്തവും വൈവിധ്യമാർന്ന പുതിയ രുചിക്കൂട്ടുകളുമായി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. റെയ്നോൾഡിൽ നിന്ന് നമ്മളിതല്ല പ്രതീക്ഷിച്ചല്ലേ. ചിലപ്പോൾ ഒരു പക്ഷേ ഭയങ്കര എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് വേറെ സ്റ്റൈൽ ഓഫ് വിഭവമായിരിക്കും. പക്ഷേ റെയ്നോൾഡ് വളരെ സാധാരണമായിട്ടുള്ള നാടൻ. റെയ്നോൾഡ് ഇതാണ് ഈ സ്റ്റൈലിലാണ് കംഫർട്ടബിൾ തോന്നുന്നത് അല്ലേ? അല്ല, ഫേവറേറ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതന്നെ നമ്മൾ പറഞ്ഞത് ഫേവറേറ്റ് ഡിഷ് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ കപ്പയും മീനുമാണ് ഏറ്റവും ഇഷ്ടം. നാടൻ അതാണ് ഇഷ്ടം. നാടൻ ആഹാരം കഴിക്കാൻ ഇഷ്ടം അല്ലേ? ഉണ്ടാക്കുന്നത് ഏത് തരം വേണമെങ്കിലും ഉണ്ടാക്കാം. കഴിക്കുമ്പോൾ നമ്മുടെ നാട്. ഓക്കെ, അപ്പോൾ റെയ്നോൾഡ് എങ്ങനെയാണിത് ചെയ്തതെന്ന് നമുക്ക് കാണാം. ഓക്കെ, റെയ്നോൾഡിൻ്റെ കപ്പയും മീനും കുട്ടനാടൻ സ്റ്റൈൽ കണ്ടു നോക്കാം. ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊടിച്ച് വെച്ച കപ്പയും കുട്ടനാടൻ ഫിഷ് കറിയും. ഏവർക്കും പ്രിയങ്കരമായ തനിമയാർന്ന കുട്ടനാടൻ ഫിഷ് കറിയും മലയാളികളുടെ പ്രിയങ്കരമായ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമായ കപ്പയും. എനിക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പം ഫേവറേറ്റ് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് എന്നതിനേക്കാൾ ഉപരി എനിക്ക് ഈ റൗണ്ട് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് കപ്പയും ഫിഷ് കറിയുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റൗണ്ടിൽ ചൂസ് ചെയ്തിരിക്കുന്നത് കപ്പയും ഫിഷ് കറിയുമാണ്. എനിക്കിതിനാവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് ഇൻഗ്രീഡിയൻസ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പൊടിച്ചു വെച്ച കപ്പയ്ക്ക് വേണ്ടി ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് കപ്പ, നാളികേരമുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി വേണം, ഉള്ളി വേണം, കറിവേപ്പില വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഉള്ളിയും മുളകും തേങ്ങായും കറിവേപ്പിലയും കൂടെ ചതച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇടുകയും 1-2 മിനിറ്റ് മൂടി വെക്കുകയും അതിനുശേഷം ഒന്ന് ആവി കയറിയതിന് ശേഷം നല്ല കട്ടിയുള്ള സ്പൂൺ കൊണ്ട് ഇടിച്ചു കൂട്ടുകയും അതിനുശേഷം ഡ്രൈ റെഡ് ചില്ലിയും കറിവേപ്പിലയും മസ്റ്റാർഡും കൂട്ടിയിട്ട് നമ്മൾ താളിച്ച് അതിനെ നമ്മൾ ഗാർണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുട്ടനാടൻ ഫിഷ് കറി എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് അതിനകത്ത്. അതായത് ഷാർലറ്റ്സ് ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, അതുപോലെ ജിഞ്ചർ വരുന്നുണ്ട്, ഗാർലിക്ക് വരുന്നുണ്ട്, ഫിഷ് മസാല യൂസ് ചെയ്യുന്നുണ്ട്, ടൊമാറ്റോ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1ാമത്തെ കൊഴുത്ത പാൽ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് കടുകും ഉലുവായും വറുത്ത് പൊടിച്ച് കറി ഓൾമോസ്റ്റ് ആയതിനു ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ തൂക്കി കൊടുക്കുന്നുണ്ട്. അതിന് തന്നെ ഫ്ലേവറിങ് പറയുന്നത്. ഇതാണ് നമ്മൾ മെയിനായിട്ട് കുട്ടനാടൻ ഫിഷ് കറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കപ്പ കുഴച്ച് വേവിച്ചുകൊണ്ടാണ് കപ്പ ഇത്രയും കൂടുതലായിട്ട് വേവിച്ചിരിക്കുന്നത്. നമ്മളിതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ പോകും. നമ്മളിപ്പോൾ തേങ്ങയായിട്ട് മൽപ്പിടുത്തമാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയ്ക്കുള്ള തേങ്ങയും ചതച്ചരച്ചതും അതുപോലെ തന്നെ നമുക്ക് ഫിഷ് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ പാലും വേണം, നല്ല കൊഴുത്ത പാൽ. നമുക്ക് കുട്ടനാടൻ ഫിഷ് കറിക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയുടെ നല്ല കൊഴുത്ത 1ാമത്തെ പാലാണ്. ബാക്കി വരുന്നതിൻ്റെ ഈ പീര കൊണ്ട് നമുക്ക് കപ്പയ്ക്ക് ഇത് യൂസ് ചെയ്യുകയും ചെയ്യും. ആവശ്യമായിട്ടത് മതിയെന്ന് തോന്നുന്നു.
കറിക്കായിട്ടുള്ള ഫിഷ് ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ഫിഷ് കറിക്കായിട്ടുള്ള ഫിഷ് കറിയുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഷാർട്ട്സ് കട്ട് ചെയ്യുന്ന സ്ലൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ നൈഫ് ഉപയോഗിച്ച് ചതച്ചിട്ടാണ് കറിക്കകത്തിടുന്നത്. ഈ ചെറിയ ഉള്ളി നമ്മൾ കൂടുതലിടുന്നതോടും കറിക്ക് ടേസ്റ്റ് കൂടി വരുന്നതാണ്. നമ്മൾ പാൻ വെച്ചു. ചൂടായ പാനിലേക്ക് നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചു. നമ്മൾ സെയിമാണ് കത്തിയുടെ അറ്റം കൊണ്ട് ചതച്ചിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത സാധനത്തിൻ്റെ അതേ ഇത് വരും. ഒന്നുകൂടെ തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ സാധനം ചോപ്പ് ചെയ്തതേ ഇത് വരും. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ചോപ്പ് ചെയ്ത് ജിഞ്ചർ ഇട്ടു. സെയിം ടൈം ഗാർലിക് ഇട്ടു. ഗ്രീൻ ചില്ലി ഇട്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ട് പെട്ടെന്ന് സോട്ടാകാൻ വേണ്ടിയിട്ട്. സമയത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് കഴിയില്ല നമുക്കിച്ചിരി. ടർമറിക് പൗഡർ ഇട്ടിട്ടുണ്ട്. കുട്ടാന ഫിഷ് കറിയുടെ കളറാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു കളർ യൂസ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ റെഡ് ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കാശ്മീരി റെഡ് ചില്ലി അല്ല, നമ്മൾ നോർമൽ ഇതാണ്. ഇട്ടിട്ടുണ്ട്. നമ്മളിതിൽ കുറച്ച് ഫിഷ് മസാലയും കൂടി ഇടുന്നുണ്ട്. മുളക് പൊടി അധികമായിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഫിഷ് മസാലയ്ക്കകത്ത് നമ്മൾ ചില്ലിയുടെ ഇതുള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത്രയും ഫിഷിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് വെച്ചിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഒരു പച്ചമണം, മസാലയുടെ ഒരു പച്ചമണം ഉണ്ട്. ആ മണം മാറുന്നിടം വരെ നമ്മൾ നല്ല ഫ്ലെയിമിൽ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പം കൂടുതലാണെന്ന് തോന്നുന്നു, കുറച്ചേക്കാം. ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. ഫിഷ് മസാല കുറച്ച് ഇടേണ്ട ആവശ്യമുള്ളൂ. കാരണം അതിനകത്ത് ചില്ലിയുടെ ഇതുള്ളതുകൊണ്ട് നമ്മൾ ഓൾറെഡി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കറിയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. കുട്ടാന ഫിഷ് കറിക്കകത്ത് നമ്മൾ സാധാരണ മസാല ഇടുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒത്തിരി ഫിഷ് മസാല യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറിന് വേണ്ടി മാത്രമായിട്ട്. ഒരു പച്ച മണം മാറി നല്ലൊരു സാധനം സോട്ടായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. തീ കൂട്ടി വെച്ച് ഇത്തിരി സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കും. ഫിഷിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. മസാല ഇട്ട് കഴിയുമ്പോൾ ആ പച്ചമണം മാറിയിട്ട് മസാല എല്ലാം മൂത്തതിൻ്റെ നമുക്ക് നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. സ്റ്റോക്കെടുത്ത് നമ്മൾ മാറ്റി വെച്ചു. ഹാഫ് ബോയിൽ ചെയ്ത മസാല നമ്മൾ ഇതിലേക്ക് ഫിഷിനകത്ത് ചേർക്കുകയാണ്. രണ്ടിടന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിഷിനകത്തേക്ക് ആ മസാല ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് എടുത്ത് ഒന്നാമത്തെ പാലെടുത്ത് നമ്മൾ ഒഴിക്കുകയാണ്. സാൾട്ട് ചെയ്തേക്കുന്നുണ്ട്. സാൾട്ട് പാൻ വെച്ചു. ഇത്തിരി എണ്ണ വെച്ചു. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇത്തിരി കടുക് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ട് കൊടുക്കണം. നമ്മൾ തേങ്ങ ഫ്ലെയിം കുറച്ചു. കറിവേപ്പില ഇട്ടു. കൊറിയാണ്ടർ പൗഡർ ഇട്ടു. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഒരു പോർഷൻ ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കപ്പ മാത്രം നമ്മൾ എടുത്തു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി തേങ്ങയ്ക്കകത്ത് തേങ്ങ ആഡ് ചെയ്തപ്പോൾ നമ്മൾ ഇട്ടിരുന്നു. നമ്മൾ നല്ല ശരിക്കും മരത്തിൻ്റെ തവി കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഫിനിഷിംഗ് സ്റ്റേജ്. യെസ് മാം. 5 minutes more. അത് നമ്മളെ നോക്കുന്നോലുമില്ല. കണ്ടല്ലോ, സ്പീഡാക്കി. തനിനാടൻ ഫിഷ് റെഡി. കപ്പ
കപ്പ നമ്മുടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഴച്ച് വെച്ച കപ്പയാണ്. പക്ഷേ ഇത് ഷാപ്പുകളിൽ ഇന്നും കേരളത്തിലെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഷാപ്പുകളിൽ ടോഡി ഷോപ്പുകളിൽ ഇന്നും വളരെ ഓർഡർ പോകുന്ന സാധനമാണിത്. കുഴച്ച് വെച്ച കപ്പ, പ്രത്യേകിച്ച് കുട്ടനാട്, പാലക്കാട്, വൈപ്പിൻ പോലുള്ള കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ ഇന്ന് ഇതിന് വൈകുന്നേരങ്ങളിൽ ഒരുപാട് ഓർഡർ ചെയ്യുന്ന സംഭവമാണ്. വളരെ നിസ്സാരം, വളരെ സിമ്പിളായിട്ട് മലയാളികൾക്ക് ഒഴിച്ചു കൂടാനാവാത്ത കപ്പ, വളരെ സിമ്പിളായിട്ട്. കപ്പ റെഡിയായി കഴിഞ്ഞു. തൽക്കാലത്തേക്ക് എടുത്ത് മാറ്റുവാണ്. നമുക്കിവിടെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ കൂടി പോയോ എന്ന് സംശയമുണ്ട്. പച്ച വെളിച്ചെണ്ണ നമ്മൾ ഇത്തിരി ഒഴിച്ചിട്ടുണ്ട്, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രം. നമ്മളൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫിഷ് കറീനെ. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് സംഭവം ഇതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ആവി അടിച്ചിട്ട് ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഇതും ബോയിലായി വരും. അപ്പോൾ നമ്മൾ കറി സെർവ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ ഇവിടെ കൂട്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ തീരുമാനിച്ച പോലെ തന്നെ കുട്ടനാടൻ ഫിഷ് കറിയും കപ്പയും തട്ടിക്കൂട്ടിയ ഫിഷ് കറിയാണെന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നിപ്പോയെങ്കിലും സാറിൻ്റെ 15 മിനിറ്റിലെ അതിസാഹസിക പ്രകടനത്തിലൂടെ കുട്ടനാടൻ ഫിഷ് കറിയും കപ്പയും എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഫിഷ് കറി കപ്പ അത്ര അങ്ങ് ആയിട്ടില്ല എന്ന് പ്രതീക്ഷയാണെങ്കിലും ഫിഷ് കറി ഏകദേശം ആയെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, കണ്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റൗണ്ടിൽ 1.5 മണിക്കൂർ സമയം പോരാതെ വന്നൊരാൾ റെയ്നോൾഡാണ്. ഓൾമോസ്റ്റ് ദ ബ്രിം അല്ലേ, ആ ലാസ്റ്റ് മിനിറ്റ് ഓടാണ്ട് വന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഒരു ചെറിയ ടെൻഷൻ. ഓക്കെ, എനിവേ കുട്ടനാടൻ മീൻ കറിയാണോ? കുട്ടനാടൻ ഫിഷ് കറി എന്ന പ്ലാൻ വെച്ചിട്ടാണ് ചെയ്തത്. ആ ഒരു പ്ലാനിലാണ് ചെയ്തത്. മസ്റ്റാർഡും ഉലുവായും കൂടെ പൊടിച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ ആഡ് ചെയ്യണമായിരുന്നു. മസ്റ്റാർഡും അതായത് കടുകും പൊടിച്ച് ചേർത്തോ? കടുക് ഉലുവായും കൂടെ പൊടിച്ച് ചേർക്കണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വേറെ സംശയം ചോദിച്ചോട്ടെ, പുളിക്ക് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? പുളി കുടംപുളി ഇല്ലായിരുന്നു, കുടംപുളി ചേർത്തിട്ടില്ല. പകരമായിട്ട് ഒരു 5 ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് സോട്ട് ചെയ്തു. കൂടാതെ ഗാർണിഷിൻ്റെ ലാസ്റ്റ് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചു. അതിൻ്റെ ആ ഒരു സ്റ്റീം അടിച്ചിട്ട് ആണല്ലേ. പക്ഷെ മീൻ കറി നല്ലതാണെങ്കിലും കുറച്ച് പുളി കുറവായിട്ടൊക്കെ ഒരു ഫീലുണ്ട് അല്ലേ? തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോഴത്തേക്കും പുളിയുടെ അളവ് കുറച്ച് കുറഞ്ഞു തോന്നിയല്ലേ സ്വന്തമായിട്ട്? പക്ഷെ ഒരു പെർഫെക്റ്റ് ഒരു കുട്ടനാടൻ മീനായിട്ടില്ല. എനിവേ ടേസ്റ്റ് ഓക്കെ, ഗുഡ്. ഫസ്റ്റ് ആൻഡ് ടേസ്റ്റ് നൈസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ റിയാലിറ്റി ഷോയുടെ ആദ്യ റൗണ്ട് ഫേവറേറ്റ് ഡിഷാന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷമുണ്ടായി. ഫേവറേറ്റ് ഡിഷെന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വന്നത് മലബാറുകാരൻ എനിക്ക് കപ്പയും പിന്നെ ഒരു കുട്ടനാടൻ വെറൈറ്റി ആയിട്ടൊരു ഫിഷ് കറിയും കൂട്ടി ഒരു കപ്പയും ഫിഷ് കറി കോമ്പിനേഷൻ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് ഇൻഗ്രീഡിയൻസ് എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് രണ്ടും നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം വന്നതുകൊണ്ട് ക്യാമറയെ ഫേസ് ചെയ്യാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ മറന്നു പോയോ എന്നൊരു സംശയം. അവസാനം ജഡ്ജസ് വന്ന് ലാസ്റ്റ് 20 മിനിറ്റാന്ന് പറഞ്ഞപ്പോൾ ആ 20 മിനിറ്റിനുള്ളിൽ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് വീണ്ടും ടെൻഷനായി. ഇതിനിടയ്ക്ക് ലക്ഷ്മി മാം വന്നിരുന്നു. മാം പറഞ്ഞു ഇത് റെയ്നോൾഡിൻ്റെ ഫേവറേറ്റ് ഡിഷ് ആണോ എന്ന് ചോദിച്ചു. അന്നേരം കൺഫ്യൂഷനായി. അവസാനം ഡിഷസ് എല്ലാം ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്തതിന് ശേഷം മാം വന്നിട്ട് ചോദിച്ചു ഈ 1.5 മണിക്കൂറും ഓടി നടന്ന് കഷ്ടപ്പെടുമായിരുന്നല്ലേ? അന്നേരം വീണ്ടും ടെൻഷനായി. എന്തായാലും അടുത്ത റൗണ്ടിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട്
ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.